ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവരി മൺഡേ നമുക്ക് എന്താണ് ബിബാഞ്ചിക്കില് ലോ ഓഫ് അട്രാക്ഷന്റെ ഫ്രീ സെഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ദ ക്ലാരിറ്റി മെന്റ് ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ആയിട്ടുള്ള നമ്മുടെ സേഫ് ആൾ പ്രസറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. ഓക്കെ. സേഫ് സർ ഇപ്പോൾ ജോയിൻ ചെയ്യും. ദെൻ വീഡിയോ ഓൺ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം മുന്നോട്ട് വരിക. ഓക്കെ. സേഫ് സർ. ഓക്കെ. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. സേഫ് സർ ഇപ്പോൾ ജോയിൻ ചെയ്യൂ കേട്ടോ. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം.
Good morning. Good morning, sir. Sir. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഉള്ള സംസാരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നത്. ഓക്കെ, ഹലോ, സ്റ്റാർട്ട് ചെയ്തൂടാ? സ്റ്റാർട്ട് ചെയ്തോളൂ. ശരി, അപ്പം മാജിക് മോർണിംഗ് ടു ഓൾ. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബട്ട് അതിലുപരി രത്തൻ ടാറ്റ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. എന്താണ് രത്തൻ ടാറ്റയുടെ ക്വാളിറ്റികൾ, എന്താണ് രത്തൻ ടാറ്റ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ലൈഫ് ലെസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ 2 കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാണ്. ഒന്ന്, അടുത്ത ആഴ്ചയിൽ നമ്മളെ പി മാജിക്കിൻ്റെ സ്റ്റുഡൻസ് ക്ലബ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടുത്ത നെക്സ്റ്റ് വീക്ക് ദിസ് വീക്ക്, ഇന്നിപ്പോൾ മൺഡേ ആണല്ലോ. സ്റ്റുഡൻസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളറിയുന്ന ടീച്ചേഴ്സ്, അതേപോലെ തന്നെ നിങ്ങളറിയുന്ന സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജസ് തരും, അതൊന്ന് പാസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. കാരണം നമുക്കൊരു സ്കൂളിൽ നിന്ന് 1-2 കുട്ടികളാണ് നമുക്ക് വേണ്ടത്, ഇതിലേക്ക് താല്പര്യമുള്ള ആളുകൾ. അങ്ങനത്തെ ഒരു 10 സ്റ്റുഡൻസിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇന്നലെ ഞാൻ കുറച്ച് ടീച്ചേഴ്സുമായിട്ടും അതേപോലെ തന്നെ മീതു കീശ്ശേരി അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വരുന്ന ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കൊരു ജോബ് അസിസ്റ്റൻസ് വരെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ബാക്കിയുള്ള സ്റ്റുഡൻസ് കരിയർ, അവരുടെ ഡെവലപ്മെന്റ്, അവർക്ക് ആങ്കറിങ് ഓപ്ഷൻസ്. ഇപ്പോൾ വേറെ ഒരാൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അവരാളുകളുടെ കമ്മ്യൂണിറ്റി ഒരു വീക്കിൽ ഈ ഒരു വ്യാഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ഞായറാഴ്ച അജിഷയും അല്ലെങ്കിൽ ടീംസും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു 5 പേരിലേക്ക് ഓരോ ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രീ സെഷൻസിന്റെ ഒരു സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇപ്പം ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ലാഗായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൂടെ പോകുന്ന ഒരു വീക്ക് ആയിരിക്കും നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അതിന് പ്ലാൻ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയമാവുന്ന സമയത്ത് അതൊന്നും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് രത്തൻ ടാറ്റയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ലോകത്തില് 100 വർഷം പിന്നിട്ട എത്ര പെർസെൻറ്റേജ് ബിസിനസ്സുകൾ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പീനിയനിൽ? 100 വർഷം പിന്നിട്ട ബിസിനസ്, ഇപ്പോൾ ടോട്ടൽ ബിസിനസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു എത്ര പെർസെൻറ്റേജ് ഓഫ് ബിസിനസ്സുകൾ 100 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? ഒരു 10%, 20%, 50%? നിങ്ങളുടെ ഒപ്പീനിയനിൽ എത്ര പെർസെൻറ്റേജ് ഇതുവരെ ലോകത്ത് തുടങ്ങിയിരിക്കുന്ന ബിസിനസ്സുകളിൽ 100 വർഷം പിന്നിട്ട എത്ര പെർസെൻറ്റേജ് ബിസിനസ്സുകൾ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് 100 വർഷം ഇവിടെ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ടാവും? നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ ഒപ്പീനിയൻ. 10% എന്നോ 5% എന്നോ 50% എന്നോ? ചോദ്യം മനസ്സിലായില്ലേ? ഓക്കെ, അർച്ചന പറയുന്നത് 10% ബിസിനസ്സുകളെങ്കിൽ 100 വർഷം പിന്നിട്ട ഈ ലോകത്ത് തുടങ്ങിയ ബിസിനസ്സിൽ 10% ബിസിനസ്സുകൾ 100 വർഷം പിന്നിട്ടതുണ്ടാവുന്നതാണ്. മണിസാർ പറയുന്ന 5%. വേറെ ആളുകൾ, അഖില പറയുന്ന 5%, ദിവ്യ ദിനോജ് പറയുന്ന 5%. ഓക്കെ, നോ ഐഡിയ. ബിൻസി, രഞ്ജിത്ത് ലാൽ 10%. ലോകത്ത് അങ്ങനെ 100% പിന്നിട്ട ബിസിനസ്സുകൾ 0.1% ആണ്. അതായത് 1% അല്ല, 0.1%.
0.1% ബിസിനസ്, അതായത് ഇപ്പോൾ ഒരു 1,00,000 കമ്പനി അല്ലെങ്കിൽ 1 കോടി കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1 കമ്പനികളോ 2 കമ്പനികളോ ഒക്കെ 100 വർഷം പിന്നിട്ടിരിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇവിടെയുള്ള ബിസിനസിൻ്റെ 0.1%. അങ്ങനെ 0.1% പിന്നിട്ട ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏകദേശം 150 വർഷമാണ് ടാറ്റ ഗ്രൂപ്പ് പിന്നിട്ടിരിക്കുന്നത്. 4-ാം തലമുറയിലേക്കോ 3-ാം തലമുറയിലേക്കോ ഒക്കെ അത് വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ 150 വർഷമൊക്കെ ഇവർ നിലനിർത്തി പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ പറയുന്നത് 90% സ്റ്റാർട്ടപ്പുകൾ 5 വർഷം കൊണ്ട് തകരുന്നുള്ളതാണ്. അവിടെ തുടങ്ങുന്ന ബിസിനസ്സുകൾ 5% മാത്രമേ 10% മാത്രമേ 5 വർഷം പിന്നിടുന്ന ബിസിനസ്സുകൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്കിയോളോ 5 വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. ഓക്കെ, 5 വർഷം നമ്മൾ നിലനിർത്തി പോരുക എന്ന് പറയുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ എത്രമാത്രം ഉണ്ട്. അപ്പോൾ പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് തുടങ്ങും. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട സാധനം എന്താ, ക്വിക്കായിട്ടുള്ളൊരു ഏണിങ്സും ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ഒക്കെയാണ്. പക്ഷെ ശരിക്കും ബിസിനസ്സിൽ അത്ര പോസിബിൾ അല്ലാത്തൊരു സംഭവമാണ് ക്വിക്ക് ഏണിങ്സ്, ക്വിക്ക് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ബിസിനസ് ക്ലാസ് എടുക്കല്ല, ബേസിക്കലി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 വർഷം പിന്നിടുന്ന ബിസിനസ്സുകൾ, ഒരു 100 ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ 10 ബിസിനസ്സേ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, 5 വർഷം പിന്നിട്ട് ബിസിനസ്സുള്ളൂ. ബാക്കി 90% ബിസിനസ്സും 90 ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നുണ്ട്. 10 വർഷം പിന്നിടുന്നതിലേക്ക് എത്തുമ്പോൾ 5%. അവിടെയാണ് 150 വർഷം എന്ന് പറയുന്ന വലിയൊരു രീതിയിലേക്ക് ആര് പറഞ്ഞത്, ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ കമ്പനീസ് എന്ന് പറയുന്നത് 150 രാജ്യങ്ങളുണ്ട്. ഒരു ഇന്ത്യൻ കമ്പനി 150 രാജ്യങ്ങളുണ്ട്. ഈ 150 രാജ്യങ്ങളിൽ തന്നെ പല കമ്പനികളും, ഇപ്പം ടാറ്റ സ്കൈ, ടാറ്റ സ്റ്റീൽ, TCS, ടാറ്റ മോട്ടോഴ്സ്, താജ് ഹോട്ടൽ ഗ്രൂപ്പ്, ലേക്മി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടാറ്റയ്ക്ക്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇവരിൽ നിന്നും പഠിക്കാനുള്ളതെന്നുള്ളതാണ്. ഈ ടാറ്റ ഇത്രയും കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് ജംഷദ് ടാറ്റ എന്ന് പറയുന്ന, ഓക്കെ, ജംഷദ് ടാറ്റൻ്റെ രത്തൻ ടാറ്റൻ്റെ കാലഘട്ടത്തിലാണ്. ഈ 2 ആൾക്കാരാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് രത്തൻ ടാറ്റയുടെ സ്റ്റോറിയിൽ നിന്നാണ്. രത്തൻ ടാറ്റയുടെ സ്റ്റോറിയിൽ നിന്നാണ് ആക്കിയിട്ട്, അതായത് 21 വർഷത്തോളം ഇദ്ദേഹം ഇതിൻ്റെ ലീഡർഷിപ്പിൽ ഇരുന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് 50 മടങ്ങാണ് അദ്ദേഹം അതിൻ്റെ റവന്യൂ കൂട്ടിയിട്ടുള്ളത്. 50 മടങ്ങ്. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ പല രാജ്യങ്ങളിലേക്കും മാറ്റിയിട്ടുള്ളത്. ഒന്നാമത് നമ്മൾ രത്തൻ ടാറ്റയിൽ നിന്ന് പഠിക്കാനുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് നമ്മളുടെ രത്തൻ ടാറ്റയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ട്രസ്റ്റ് വാല്യൂയും കമ്മിറ്റ്മെന്റും. ട്രസ്റ്റ് വാല്യൂയും കമ്മിറ്റ്മെന്റും ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇത് ബിസിനസ്സുകാരെന്നല്ല, നമ്മളെ പേഴ്സണൽ ലൈഫിൽ വിജയിക്കണമെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രസ്റ്റ് വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്. നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് ഇത് കണ്ടല്ലേ, വൈറ്റ് ബോർഡിൽ എഴുതി കണ്ടില്ലേ? ഓക്കെ, നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ടാറ്റയുടെ ഒരു സർവീസ് ഉണ്ടായിരുന്നു, ടാറ്റ ഡോകോമോ എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ? ടാറ്റ ഡോകോമോ ഓർമ്മയുണ്ടോ? ഓക്കെ, ഈ ടാറ്റ ഡോകോമോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് കമ്പനിയായിരുന്നു. ആ ജാപ്പനീസ് കമ്പനി ഇന്ത്യയിലേക്ക് വരികയും 2009 അതിൻ്റെ 26% അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ആവുകയും ചെയ്തു. ആര്? ഈ ടാറ്റ ഗ്രൂപ്പ്. പിന്നീട് ഇത് പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട സമയത്ത് നമ്മളൊക്കെ അറിയിച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു സൈറസ് മിസ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 2016 ടാറ്റ ആ വ്യക്തിനെ റിമൂവ് ചെയ്തു.
ആ വ്യക്തിനെ റിമൂവ് ചെയ്തു ചെയർമാൻ സ്ഥാനത്ത് നിന്ന്. അത് റിമൂവ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഡൊക്കോമോയും ഇതും വരുന്ന സമയത്ത്, ഈ ഡൊക്കോമോ പരാജയപ്പെടുന്ന സമയത്ത് ഡൊക്കോമോ എന്ത് പറഞ്ഞു? ഡൊക്കോമോ ഇവരോട് ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. വേറെ ആർക്കും കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഇവരെന്ത് ചെയ്തില്ല, ഇത് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ 26%, അതായത് 26% എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കരുതുന്ന പോലെ 100 രൂപ 1000 രൂപ എന്നല്ല, ഓക്കെ, 130 കോടി 1300 കോടി എന്നൊക്കെ പറയുന്ന പോലെ വലിയ എമൗണ്ട് ആണ്. ആ എമൗണ്ട് ടാറ്റ ഗ്രൂപ്പിനോട് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അവിടെ എന്ത് ചെയ്തില്ല, ഇത് കൊടുത്തില്ല സൈറസ് മിസ്സിൽ. അതാണ് അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള കാരണം. അവിടെ എന്താണ് പോയത്? അതായത് അവിടെ പ്രോഫിറ്റ് നോക്കി എന്നുള്ളതാണ്. സൈറസ് മിസ്സിൽ ബിസിനസ്സിലെ പ്രോഫിറ്റിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷെ രത്തൻ ടാറ്റ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് ഡൊക്കോമോ എന്ന് പറയുന്ന കമ്പനിക്ക്. ആ കമ്മിറ്റ്മെന്റും വാക്കും അവിടെ വരുമ്പോൾ അത് ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ വാല്യൂവിന് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്യും. സോ ലോ ഓഫ് അട്രാക്ഷനിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ഇങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിജയിച്ച ആളുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്ന്, ഞാൻ പറഞ്ഞു, നമുക്കുണ്ടാകുന്ന ഫീലിങ്സുകൾ, നമുക്കുണ്ടാകുന്ന ഇമോഷൻസുകളാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന അഫോർമേഷൻസും വിഷ്വലൈസേഷൻസിനെക്കാളിലൊക്കെ നിങ്ങളിലേക്ക് ഉണ്ടാവുന്ന, നിങ്ങൾ ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സുകളാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. സോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നല്ല ഒരു വ്യക്തി ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോഴാണ് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വരും. വാട്ട് യു വിതക്കുന്നതേ കൊയ്യൂ എന്ന് പറഞ്ഞില്ലേ? വിതക്കുന്നതേ കൊയ്യൂ എന്ന് പറഞ്ഞു അല്ലേ? വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്ത് നൽകുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ് എല്ലാ ആളുകൾക്കും എല്ലാ ക്വാളിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ എനിക്കും ചിലപ്പോൾ ഈ ക്വാളിറ്റികൾ നമുക്ക് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും. നമുക്ക് എങ്ങനെ നമ്മുടെ ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ടാറ്റ സെഡ് ദാറ്റ് ട്രസ്റ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രസ്റ്റ് ആണ്. ട്രസ്റ്റ് ഓഫ് എംപ്ലോയീസിന്റെ ട്രസ്റ്റ്, ട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ ട്രസ്റ്റ്, ദ ട്രസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിന്റെ സെറ്റിൽ, ദ ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ബിസിനസ്സുകാർക്കുള്ള ക്ലാസ് അല്ല. നമ്മുടെ ലൈഫിലൊക്കെ സക്സസ് ആവണമെങ്കിൽ, ഒരു ബിസിനസ്സുകാരൻ സക്സസ് ആയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലെ കരിയറിൽ സക്സസ് ആയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കരിയറായിട്ട് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത് ആസ് എൻ ഓണ്ടർപ്രണർ, ഐ വാണ്ട് ടു ബിക്കം ആൻ ഓണ്ടർപ്രണർ എന്നുള്ളതാണ്. അവിടെ സക്സസ് ആയി ഈ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ ഇതേ വാല്യൂ നമ്മളും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആകും. അവിടെ തന്നെയാണ് എന്ത് ചെയ്യാം, ലോ ഓഫ് അട്രാക്ഷന്റെ സംഭവങ്ങൾ ഉണ്ടാവും. അത് ഏതൊരു ബിസിനസ്സിൽ മാത്രമാണോ ഈ ട്രസ്റ്റ് വേണ്ടത്? നിങ്ങളുടെ ഏതൊരു പേഴ്സണൽ ലൈഫിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന കരിയറിലാണെങ്കിലും ഒക്കെ ഈ ഒരു ട്രസ്റ്റ് വേണം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ കമ്മിറ്റ്, പ്രോമിസ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ലേറ്റർ. അധികം ആളുകൾ എന്ത് ചെയ്യും? കമ്മിറ്റ് ചെയ്യും, പ്രോമിസ് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും. നമ്മൾ രാവിലെ എണീക്കണം, കമ്മിറ്റ് ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കമ്മിറ്റേഷൻ ചെയ്യും, കുറച്ച് കാര്യം കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് നമ്മൾ ഒഴിവാക്കും. ഇതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ടാറ്റ വർക്ക് ചെയ്തിരുന്നതെന്നാണ്. രണ്ടാമത് ഇദ്ദേഹത്തിന്റെ നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിസൺ ആണ് പവർ ടു ലിസൺ. ഓക്കെ, അതും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ലേണിംഗ് ആൻഡ് ലിസണിങ് ആർ കീ ടു സക്സസ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. ഏത് സമയത്താണെങ്കിലും നമ്മളുടെ പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? പഠനത്തിൽ നമ്മൾ ഒരു സമയത്തും പിന്നോട്ട് പോകരുത്. ഒരു സമയത്തും നമ്മൾ പഠിക്കുന്നതിൽ പിന്നോട്ട് പോകരുത്. കാരണം അവിടെയാണ് നമ്മളുടെ എക്സ്ട്രീമലി ചേഞ്ച് ഉണ്ടാക്കുന്ന, നമ്മളെ വിഷ്ടം വർദ്ധിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പഠനമാണ്. ഓക്കെ, ഏതൊരു വ്യക്തിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ പഠനമാണ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പവർ ടു ലിസൺ. എന്ത് ചെയ്യുക? കേൾക്കാനും വേണ്ടിയിട്ട്, പഠിക്കാനും വേണ്ടിയിട്ട് തയ്യാറാവുക. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ജോബ് ഓഫർ കിട്ടി. ആ ജോബ് ഓഫർ എന്ന് പറയുന്നത് IBM എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. ആ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ യങ്ങസ്റ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ IBM എന്ന് പറയുന്നതും ടാറ്റ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് ചെറിയൊരു കമ്പനിയാണ്. IBM പോലെ വളർന്നൊരു കമ്പനിയല്ല, ടെക്നോളജിക്കൽ കമ്പനിയാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു ഓഫർ
നിരസിച്ചതിന് ശേഷം അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അദ്ദേഹം ടാറ്റ സ്റ്റീൽ ഏറ്റെടുക്കുകയാണ്. ആ ടാറ്റ സ്റ്റീൽ ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സിനോട് കൂടെ ഫ്ലോറിൽ വർക്ക് ചെയ്തു. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, ക്യാരി ചെയ്തു, തോളിൽ കയറ്റിയിട്ട് നടന്നു. അങ്ങനെ അവിടെ ഏകദേശം 8ഓളം വർഷം അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ 8ഓളം വർഷം എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ 8ഓളം വർഷം എന്ന് പറയുന്നത് വേസ്റ്റ് ആയി എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ ആ വർക്കേഴ്സിന്റെ കൂടെയൊക്കെ ചെയ്തിട്ടുള്ള 8ഓളം വർഷം എനിക്ക് ഒരുപാട് അറിവുകൾ നൽകിയിട്ടുണ്ടെന്ന്. അദ്ദേഹം തന്നെ ഒരു ഗ്രാജുവേഷൻ സെറിമണിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു ഗ്രാജുവേഷൻ സെറിമണിയിൽ, ഇറ്റ്സ് ഡോണ്ട് സ്റ്റോപ്പ് ലേണിംഗ്. കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠനം നിർത്തരുത്. നിങ്ങൾ പഠനം നിർത്തരുത്. യുവർ ഡിഗ്രി ഈസ് നോട്ട് എ സൈൻ ടു സ്റ്റോപ്പ് ലേണിംഗ്. നിങ്ങൾക്കൊരു ഡിഗ്രി ലഭിച്ചു അല്ലെങ്കിൽ PG ലഭിച്ചു എന്നുള്ളത് പഠനം നിർത്താനുള്ള ഒരു അവസരമല്ല. നമ്മളൊക്കെ സ്കൂളുകളിൽ പോകുന്ന സമയത്താണ് പുസ്തകം വായിച്ചിട്ടുള്ളതും പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും റിവിഷൻ നടത്തിയിട്ടുള്ളതൊക്കെ. അല്ല, നമ്മൾ വായിക്കുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റോറികളാണ് നമ്മൾ റിവിഷൻ നടത്തേണ്ടത്. ഒരു പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഒരു തവണ വായിച്ചു പോകുന്ന പുസ്തകങ്ങളല്ല. അവിടെ നമ്മൾ റിവിഷൻ നടത്താനും വീണ്ടും വീണ്ടും പഠിക്കാനും സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് വിൽ ലീഡ് യു ടു സക്സസ്. ഈ പഠിക്കുന്നതാണ് എന്ത് ചെയ്യുക, നിങ്ങളെ സക്സസ് ആക്കുക. പീപ്പിൾ ഹു വാണ്ട് ടു അച്ചീവ് സംതിങ് ദേ ലിസൺ ആൻഡ് ലേൺ. ആരെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാനും പഠിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ്. കേൾക്കാനും പഠിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താ, പവർ ടു ലിസൺ. നമ്മളെപ്പോഴും നോക്കുക, ഒരു ദിവസം നമ്മളൊന്ന് കഴിഞ്ഞു പോകുന്ന സമയത്ത്, ഒരു ഡേ നമ്മളേക്കൊന്ന് തീർന്നു പോകുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്, വാട്ട് ഐ ലേൺ, വിച്ച് ബുക്ക് ഐ റീഡ് ടുഡേ, ഹൗ മെനി പേജസ് ഐ റീഡ് ടുഡേ. നമ്മൾ എന്താണ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മെമ്മറിക്ക് നിങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ള എന്താണ്, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ മെമ്മറിക്ക് നിങ്ങൾ ഫീഡ് ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇമോഷൻസ് ഫോർ സക്സസ്, ഒന്നാമത്തെ പോയിന്റ്. ഇത് വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു വ്യക്തികൾ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മളിലേക്ക് അത് അട്രാക്ട് ചെയ്യുന്നുള്ളത്. 1998 ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു കാറ് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യ കാർ എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ സ്വന്തം കാർ. ഇന്ത്യയിൽ അങ്ങനെ കാർ നിർമ്മിക്കുന്ന ആരുമില്ല, ഒക്കെ വേറെ രാജ്യങ്ങളിൽ സുസുക്കി പോലുള്ള, മാരുതി ആണെങ്കിൽ സുസുക്കി പോലുള്ളത് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ നിർമ്മിക്കുന്ന ഒരു കാലത്തിനാണ് ഇൻഡിക്ക എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു സ്വന്തം ബ്രാൻഡ് രത്തൻ ടാറ്റ കൊണ്ടുവരുന്നത്. പക്ഷെ അത് മാർക്കറ്റിൽ ഫെയിൽഡായ സമയത്ത് ഇദ്ദേഹം ഈ ബിസിനസ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. സോ ഇത് എന്ത് ചെയ്തു, അമേരിക്കൻ കാർ കമ്പനി ആയിട്ടുള്ള ഫോർഡിനെ സമീപിച്ചു. 3 മണിക്കൂറോളത്തോളം സമയം ഫോർഡിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ഫോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുമായിട്ട് ഇദ്ദേഹം മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അതിന്റെ ഓണർ ആയിട്ടുള്ള ബിൽ ഫോർഡ് ഇദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു, ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് എ കാർ then you shouldn't even try. We are doing a favor on you by buying the business. നിങ്ങൾ കാർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പണിക്കൊക്കെ പോണത്? തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാറിന്റെ കമ്പനി മേടിച്ചോളാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഇമോഷൻസിന് അത് എന്ത് ചെയ്തു, ഹേർട്ട് ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു പോന്നു. ആ കാറിന്റെ കമ്പനി വിറ്റില്ല. കാരണം എന്താ, നിങ്ങൾക്ക് അറിയാത്ത പണിക്ക് നിങ്ങൾ പോകണോ എന്നുള്ള ആ ടോണ് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. കാലം പിന്നെയും കടന്നുപോയി. 2008 വന്നു. 2008 എന്ന് പറയുന്ന സമയത്ത് എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർഡിന്റെ കമ്പനി ബാങ്ക്രപ്റ്റഡ് ആയി, തകർന്ന്. ആ സമയത്ത് രത്തൻ ടാറ്റ എന്ത് ചെയ്തു, രത്തൻ ടാറ്റ ഏകദേശം 300 കോടി രൂപക്ക് ഈ ബ്രാൻഡുകൾ വാങ്ങാം. ഓക്കെ, 300 കോടി രൂപക്ക് 9,300 കോടി രൂപക്ക് എന്ത് ചെയ്യാണ് ഇദ്ദേഹം മേടിക്കുകയാണ് ഈ സാധനം. ആ സമയത്ത് ഇദ്ദേഹം തിരിച്ച് ഇതേ ഡയലോഗ് പറഞ്ഞു, ടാറ്റ ഈസ് ഡൂയിങ് എ ഫേവർ ഓൺ us by buying the business. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് ടാറ്റ നിങ്ങളുടെ ബിസിനസ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്.
അതായത് അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇൻസൾട്ട് ആയി കഴിഞ്ഞാൽ, നമ്മളൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷൻസിൽ ആയി കഴിഞ്ഞാൽ, ഹി യൂസ്ഡ് ദ ഇൻസൾട്ട് ഓഫ് ഹിസ് മോട്ടിവേഷൻ ആൻഡ് ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി. നമ്മളൊരാൾ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ ഒതുങ്ങി ഒരു ഭാഗത്ത് കൂടി നിൽക്കല്ല. അവര് റോങ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. വി വാണ്ട് ടു പ്രൂവ് യു ആർ റോങ്. നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളാണ് തെറ്റെന്നുള്ളത് നമ്മളെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അവിടെ തന്നെ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രത്യേകത എന്താണ്? ട്രസ്റ്റ് യു, ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ്, ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ ഏറ്റെടുത്ത കാര്യം ഒരിക്കലും പരാജയപ്പെടില്ല. അതിന്റെ പ്രോസസ്സിൽ വിശ്വസിക്കുക. ആ പ്രോസസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. അവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. ഇപ്പം ടാറ്റയിൽ നിന്ന് പഠിക്കേണ്ട മൂന്നാമത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇമോഷൻസ് ആൻഡ് സക്സസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാര്യം, ലോകത്തിൽ ചരിത്രം സൃഷ്ടിക്കപ്പെട്ട ആളുകളുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകളെ ലോകത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള, നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ പഠിക്കുന്ന ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ പേര് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലീഡേഴ്സിന്റെ ചരിത്ര സൃഷ്ടിച്ചിട്ട് കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞു. എഡിസൺ, പിന്നെ ഗാന്ധിജി, മണ്ടേല, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിയല്ല ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വ്യക്തി അതിന്റെ ലീഡർഷിപ്പിൽ നിന്നിട്ടുള്ളൂ. നെൽസൺസിന് അല്ലെങ്കിൽ എഡിസൺ ഒറ്റക്കോ അല്ലെങ്കിൽ നെൽസൺ ഒറ്റക്കോ അല്ലെങ്കിൽ പിന്നെ ഗാന്ധിജിക്ക് ഒറ്റക്കോ, ഇവരൊക്കെ മഹാന്മാരായ വ്യക്തികളാണ്. ഇവരൊറ്റയ്ക്കല്ല ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു. അതാണ് അടുത്ത സംഭവം പറയുന്നത് ടീം വർക്ക്. ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് ബിസിനസ്സിലല്ലേ, അല്ല. നിങ്ങളുടെ ഫാമിലിയിലെ ടീം വർക്ക് വേണം, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലെ ടീം വർക്ക് വേണം. എല്ലായിടത്തും വിജയിക്കണമെങ്കിൽ ഒരു ടീം വർക്ക് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണം ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുക ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പിന്നെ ബ്രൈഡോ അല്ലെങ്കിൽ ഗ്രൂമോ ഒറ്റയ്ക്ക് കരുതി കഴിഞ്ഞാൽ കല്യാണം ബ്യൂട്ടിഫുൾ ആവോ? യെസ് ഓർ നോ? കമന്റ് ചെയ്യാം. എപ്പോഴാണ് ആ കല്യാണം ബ്യൂട്ടിഫുൾ ആവുക? ആ ഫാമിലി നടക്കുന്നവർക്ക് ആരുമില്ലേ? അല്ലെ, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച്, അല്ലെ, ആ കുടുംബത്തിലെ ആളുകളൊക്കെ വന്ന് പരസ്പരം ഒരുമിച്ച് നിന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു കല്യാണമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുക. എന്നതുപോലെ ലൈഫിൽ എപ്പോഴും എവിടെയാണെങ്കിലും ബി മാജിക് ഒരു ടീമാണ്. ബി മാജിക് എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വാല്യൂ അറിയുന്ന പറയുന്നത്. ഒരു പക്ഷെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മൾ അറിയാം. ഓക്കെ, കുറെ കാലം നമ്മളുടെ ഇങ്ങനെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ, ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ ഓഫീസിന് തൊട്ടപ്പുറത്ത് റിലയൻസിന്റെ ഒരു സ്മാർട്ട് പോയിന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ബോർഡൊക്കെ ഒഴിവാക്കി സ്മാർട്ട് പോയിന്റ് ഷട്ടർ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ? അതവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മളിതൊരു എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബി മാജിക് ഞാൻ കൊണ്ടുനടക്കുന്നത് എപ്പോഴും നമ്മളോട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗോൾ എന്നുള്ള നിലക്കാണ്. പക്ഷെ അതെനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് അതിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ബി മാജിക്കിന്റെ ഒരു ആഢ്യത്വം, ബി മാജിക്കിന്റെ ഒരു സംഭവം, നഷ്ടപ്പെട്ട സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസ് വരണം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള ആളുകൾ ആരും മോശമായത് കൊണ്ടല്ല. ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ആവറേജ് ഏജ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് ഇത് നിലനിർത്തി പോകണമെങ്കിൽ, ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു കമ്മ്യൂണിറ്റി ആണ് നിലനിർത്തി പോകണമെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബഷീർ കാക്ക് 50 വയസ്സാണ്. ഓക്കെ, റസാഖ് സാഗറിന് 45 വയസ്സാണ്. ഷാജൻ സാറിന് 38 വയസ്സൊക്കെ നമ്മൾ സങ്കല്പിക്കുക. എല്ലാവരുടെ വയസ്സും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? അതാണ് അതിന്റെ ആവറേജ്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കൂടെ വയസ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 1000 വയസ്സ് വരികയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട്, ഇതിലിപ്പം 1000 ഒരു 500 വയസ്സാണെങ്കിൽ 500 ഡിവൈഡഡ് ബൈ 28, അതാണ് ആവറേജ് ഏജ് എന്ന് പറയുന്നത്.
ഈ ആവറേജ് ഏജ് കുറയുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അത്ര ഐഡിയകളും അത്ര മാർക്കറ്റിംഗ് ടെക്നിക്കുകളും നമുക്ക് കുറവായിരിക്കും, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഒരു 18, 19, 20, 21, 22, 25 വയസ്സുള്ള ആളുകൾ വരുമ്പോൾ ഒരു 10-20 വയസ്സുകാർ വന്നു കഴിഞ്ഞാൽ അവരുടെ 200 വയസ്സ് പ്ലസ് നമ്മൾ 500 വയസ്സ് കൂടുമ്പോൾ 700, ആ 700 ഡിവൈഡഡ് ബൈ 29 എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവറേജ് ഏജ് കുറയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ നല്ല രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. അവിടെ നമുക്ക് എന്ത് വേണം? ടീം വർക്ക് വേണം. ടാറ്റ ആദ്യം 1912 ആദ്യമായിട്ട് ഇവർ കൊണ്ടുവരുന്ന സംഭവമാണ് 8 മണിക്കൂർ ജോലി എന്നുള്ളത്. ടാറ്റയിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷമാണ് ഈ 1912 ഇദ്ദേഹം 8 മണിക്കൂർ ജോലി കൊടുത്തതിന് ശേഷമാണ് ഹെൻറി ഫോർഡ് പോലും ഈ ഒരു കൺസെപ്റ്റ് എടുത്തതാണ്, ബിസിനസ് കൺസെപ്റ്റ് എടുത്തത്. അതേപോലെ ഈ മെഡിക്കൽ കെയറും അതേപോലെ എംപ്ലോയ്മെന്റ് ഫണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ 1917 ടാറ്റയുണ്ട്. പിന്നെയാണ് ബാക്കിയുള്ള കമ്പനികളൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കൂടുതൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാണ് എല്ലാ സമയത്തും. യു ക്യാൻ മേക്ക് യുവർ ടീം സ്ട്രോങ്ങർ ഓൺലി ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദം. അവരെ ടേക്ക് കെയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക? കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റുക. ഹി ഓൾവേസ് കൺസേർഡ് അബൌട്ട് ടീം എന്നുള്ളതാണ്. 4-മത്തെ ഒരു കാര്യം കഴിഞ്ഞ് 5-മത്തെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നമ്മളുടെ പഠിപ്പിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇത് ഇവിടെയാണ് പല ആളുകളും ലൈഫിൽ പരാജയപ്പെടുന്നതിൻ്റെ ഒരു മെയിൻ റീസൺസ് ഇതാണ്. ഈ ഒരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ബിസിനസ്സിലായിക്കോട്ടെ, വേറെ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ. നിങ്ങൾ തന്നെ എത്രയോ പേര് ഈ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇതൊന്നും നിങ്ങൾ നോക്കുക. ബിലീവ് ഇൻ യുവർ ഡിസിഷൻസ്. നമ്മൾ തീരുമാനങ്ങളിൽ പല സമയത്തും വിശ്വസിക്കുന്നതിന് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. ആ പരാജയം നമ്മൾ ഒരുപാട് യാത്രകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ബിലീവ് ഇൻ യുവർ ഡിസിഷൻസ്. ആ ഡിസിഷൻസിൽ നിന്ന് എന്ത് ചെയ്യരുത്? പിന്നോട്ട് പോകരുത്. ആ ഡിസിഷൻസിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും. കാരണം അദ്ദേഹം ഈ 2009 ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുവരാണ്. അതായത് ടാറ്റ ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു കാർ നിർമ്മിക്കുകയാണ്. അത് പരാജയപ്പെട്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹം ഇത് ഉപേക്ഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ടൈറ്റിലിന്റെ ടീ $450 വാങ്ങിയിരിക്കുന്നത്. ഇതിലൊക്കെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ പിന്നീട് അദ്ദേഹം സക്സസ് ആക്കിയിട്ടുണ്ട്. അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നീട് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇന്ന് ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനി, അവരുടെ 2025 മിഷനായിരുന്നു ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് മാറാന്നുള്ളത്. അതിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റുഡൻറ് സ്പീച്ചിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓൾവേസ് ഡു വാട്ട് യു ബിലീവ് ഇൻ. നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈംസ് പീപ്പിൾ വിൽ നോട്ട് ട്രസ്റ്റ് യു ബട്ട് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡിസിഷൻസ് ആൻഡ് വർക്ക്. പല സമയത്തും എന്ത് ചെയ്യുക? ആളുകൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ തീരുമാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. ആളുകൾ ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. സംടൈം യു വിൽ മേക്ക് റോങ് ഡിസിഷൻ ബട്ട് നെവർ ഫീൽ ലോസ്റ്റ്. ചിലപ്പോൾ നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റിന്ന് വരും, പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ഉപേക്ഷിക്കരുത്. ലേൺ ഫ്രം ദോസ് ഡിസിഷൻസ് ആൻഡ് മേക്ക് ബെറ്റർ ഡിസിഷൻ. ആ തെറ്റിയതിൽ നിന്ന് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ബിലീവ് ഇൻ യുവർ ഡിസിഷൻസ്. ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ, ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് ബിലീവ് ഇൻ യുവർ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ബിലീവ് ഇൻ യുവർ. നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ അത് സക്സസ് ആയിന്ന് വരില്ല, പക്ഷെ അത് സക്സസ് ആവാൻ
ഒരുപാട് ചർച്ചകളും ഒരുപാട് തിരുത്തലുകളും ഒരുപാട് കൂട്ടലും കുറക്കലൊക്കെ വേണ്ടി വരും. പക്ഷെ വൺ ഡേ ഇറ്റ്സ് വിൽ സക്സസ്. ആരും ഒറ്റ രാത്രി കൊണ്ട് സക്സസ് ആയവരല്ല. ഈ സക്സസ് ആയ ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അവരൊക്കെ കടന്നു പോന്നിട്ട് ഒരുപാട് 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 മേഖലകൾ ഉണ്ടാവും, നമ്മൾ അറിയാത്ത മേഖലകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ കാര്യങ്ങളിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. ടേക്ക് ചാൻസസ്. അടുത്ത പോയിന്റ് ആണ് ടേക്ക് ചാൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചാൻസസുകൾ, ഡ്രീംസിന് ട്രൂ ആക്കുന്ന കാര്യങ്ങളിൽ ചാൻസസുകൾ, എപ്പോൾ ചാൻസസുകൾ കിട്ടിക്കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ. ഒരു ചാൻസ് കിട്ടുമ്പോൾ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ പിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കില്ല, ഒന്നും നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും റിസ്ക് എടുക്കാൻ, ലൈഫിൽ റിസ്ക് എടുക്കാൻ, കാൽക്കുലേറ്റർ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക, അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഗിവ് ടു റിസീവ്. നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗിവ് ടു റിസീവ്. ടാറ്റ ഗ്രൂപ്പ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നതിന് അറിയോ? ടാറ്റ ഗ്രൂപ്പിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കുന്നത് അറിയാം? എത്ര പെർസെൻറ്റേജ് ചെലവാക്കുന്നുണ്ടാവും ടാറ്റ ഗ്രൂപ്പിന്റെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ബഷീർ സാർ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വേറെ ആളുകൾ, ബഷീർ സാറിന്റെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, എത്ര പെർസെൻറ്റേജ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ് ചാരിറ്റിയിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഷൈനി മാം പറയുന്നത് 10%, അഖില 70%, ഷാജൻ 50%, അല്ലെ? ഏകദേശം ഇതാണ് ചെലവാക്കുന്നത് 65% ആണ്. 65%. 65% എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ 1, 2, 3 റുപ്പീസ് അല്ല. എത്ര ഉണ്ടാവും ബഷീർക്ക? 65% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കോടികൾ ഉണ്ടാവും. ഓക്കെ, അത്രയും വലിയ പ്രോഫിറ്റ് ആണ്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന വളരെ മോട്ടിവേറ്റഡ് ആയിട്ടൊരു കോട്ട് ഉണ്ട്. അംബാനീസ് ആർ ബിസിനസ് മാൻ ആൻഡ് വി ആർ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അംബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് മാൻ ആണ്, ഞങ്ങളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. എന്താ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാജ്യം കെട്ടിപ്പടുക്കുന്ന ആളാണ്. ഇന്ത്യനെ കൂടുതൽ മേക്ക് ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തുന്ന ആളാണെന്നാണ്. വി ഹാവ് ഡിഫറെന്റ് ഗോൾ. He said that successful life is when you got to bed with a satisfaction that you have given back something to society. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇദ്ദേഹം പറയാണ്, ഞാനൊരു സമയത്ത് എൻ്റെ എങ്ങായിട്ടുള്ള സമയത്ത് എനിക്ക് പൈസ ഉണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അങ്ങനെ ഞാൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് അതിന്റെ റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് എനിക്ക് ഞാൻ ഹാപ്പി ആവുന്നില്ല ലൈഫിൽ. ബിസിനസ് സക്സസ് ആവുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഇതിനെ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ട്, ബട്ട് ഐ ഡിഡ്ന്റ് ബിക്കം ഹാപ്പി. അങ്ങനെ വൺ ഡേ അദ്ദേഹം പറയണം, ഐ ഗോട്ട് എ കോൾ ഫ്രം മൈ ഫ്രണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയർ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് അപ്പം തന്നെ അപ്രൂവൽ ചെയ്തു. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ആ വീൽ ചെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആ ഫംഗ്ഷന് പോയി ഞാനിങ്ങനെ ഓരോ ആളുകൾക്കും വീൽ ചെയർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ്, യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. കുറച്ച് സമയം ഇങ്ങനെ കഴിയുന്ന സമയത്ത് എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു കുട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്, കാല് വിടുന്നില്ല. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ അങ്കിളിനെ ഒന്ന് ശരിക്കും കാണട്ടെ, എനിക്ക് നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് നിങ്ങളെ കാണുമ്പോൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറയണം, ആ ഒരു വേർഡ്, ആ ഒരു കുട്ടി എനിക്ക് തന്ന ഇമോഷൻസ് എൻ്റെ ലൈഫിൽ റിയൽ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നതാണ്. ഇപ്പോൾ ബഷീർക്കാരൊക്കെ പോലുള്ള ആളുകൾ എന്നും ഇപ്പോൾ ഈ കെയർ ഹോം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജസ് ഇടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഗിവ് ടു റിസീവ് എന്നുള്ളതാണ്. കുറച്ചു കാലത്തെ ദിവാലിക്ക് ഇദ്ദേഹം ഒരു ഡൊണേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡൊണേഷൻ എന്ന് പറയുന്നത്
ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തതായിരുന്നു. ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് എത്രയാണ് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് രത്തൻ ടാറ്റ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1000 കോടിയാണ്. ക്ലിയർ ആയോ? ദിവാലിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1000 കോടിയാണ്. എന്ത് ചെയ്തത്? അന്ന് അദ്ദേഹം ദിവാലിക്ക് ഗിഫ്റ്റ് ആയിട്ട് ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തത്. സോ രത്തൻ ടാറ്റ സേ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ഏണിംഗ് മണി ബട്ട് ഇറ്റ് ഈസ് മേക്കിംഗ് എ ചേഞ്ച് ഇൻ സൊസൈറ്റി. സക്സസ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, സൊസൈറ്റിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കുന്നതാണ്. മേക്കിംഗ് സംതിങ് ഗുഡ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എവറി വൺ ക്യാൻ മേക്ക് എ ചേഞ്ച്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഈ ലോകത്ത് വരുത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ സാധിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ക്വാളിറ്റികളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിക്കട്ടെ. എല്ലാവരുടെയും ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചതിന് അപ്പുറത്തേക്കുള്ള സക്സസിലേക്ക് എത്തട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിവേ ആർക്കും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവോ? പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ. ഓക്കെ, ബഷീർ സർ. മാജിക് മോർണിംഗ്. താങ്ക് യു സൈഫ് സാർ. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രത്തൻ ടാറ്റ. ഈസ് എ ജെം ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യയില് ഇപ്പൊ നമുക്ക് തന്നെ വലിയൊരു സാധനങ്ങള് ഒരു 2 മാസം കൊണ്ട് ഉണ്ടാക്കി തന്നു. നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല, അത് വേറെ വിഷയം. കോവിഡ് കാലത്ത് നല്ലൊരു ഹോസ്പിറ്റല് കാസർഗോഡ് സംഖ്യ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവിടുത്തെ ഗവൺമെന്റ് മെഷീനറിന്റെ കുഴപ്പം കൊണ്ട് അത് ഇന്നും ആ സാധനം തുരുമ്പിടിച്ച് കിടക്കുക. പക്ഷെ ലോകത്ത് ഏറ്റവും അധികം വേറൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഇങ്ങനെ പബ്ലിക്കിനെ സേവിക്കുന്ന ഒരാളില്ല. അല്ല, മെയിൻ മോട്ടീവ് അതാണ്, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഇൻഫർമേഷൻ. താങ്ക് യു ബഷീർ സർ. ഓക്കെ, ദെൻ ഇനി ആർക്കും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്കോ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ദിവ്യ മാം. ഹലോ. ഓക്കെ. ഹലോ, ഒഡിബിൾ ആണോ? ഹലോ. ഓക്കെ ഓക്കെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തത്. രത്തൻ ടാറ്റയുടെ ഇത് ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ കുറച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിയാന്ന് മാത്രം, അങ്ങനെ കണ്ടത് കൊണ്ട് തന്നെ. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് അറിയില്ല. പക്ഷെ കൂടുതൽ ജനങ്ങളെ സേവിക്കുന്ന ഒരു ആളാണ് എന്നറിയാം. ഒരു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണെന്നറിയാം. അപ്പോ ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് 7 കാര്യങ്ങൾ സാറ് ഇവിടെ പറഞ്ഞു തന്നു. ഒക്കെ നമ്മളുടെ ജീവിതത്തില് എന്താ പറയാ, പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. ലേണിംഗ് ആൻഡ് ലിസണിങ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ച് കുറച്ച് നാളുകൾ പഠിക്കും. ഓക്കെ, നമ്മളുടെ പഠിപ്പ് കഴിഞ്ഞു, അവിടെ വെച്ച് അവസാനിച്ചു എന്നല്ല, നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ലൈഫിൽ ഒരു ഗ്രോത്ത്, ഈവൻ 1% പോലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പഠിപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് അവസാനിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ. നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു വിശ്വസിക്കുന്നു. ഓരോരുത്തർക്കും താങ്ക് യു സർ. താങ്ക് യു മാം. മാജിക് മോർണിംഗ് സർ. വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. അതായത് നമ്മള് ട്രസ്റ്റ് ഉണ്ടാകുക, സ്വയം ട്രസ്റ്റ് ഉണ്ടാകുക, യൂണിവേഴ്സിന് ട്രസ്റ്റ് ഉണ്ടാകുക, പ്രോസസ്സിംഗിൽ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാകുക, വിജയത്തിന്റെ മറ്റൊരു അടിസ്ഥാനം പറയുകയാണ്. കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ റിസീവ് ചെയ്യുക. കാരണം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ സാർ കൊണ്ടുപോയി. അപ്പൊ നമ്മളെന്ത് ചെയ്യുക? കൊടുക്കുക, വേണ്ടടുത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൂടെ യൂണിവേഴ്സും സാഹചര്യങ്ങളും വ്യക്തികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതിന്, വിജയിക്കുന്നതിനുള്ള ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സാർ പറഞ്ഞത്. പിന്നെ ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കമ്മിറ്റ്മെന്റ്,
വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇല്ലാതെ പോയാലും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫെയിൽ ആകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പിന്നെ പവർ ഓഫ് ലിസൺ, പവർ ടു ലിസൺ, കേൾക്കാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക വിജയത്തിലേക്ക് വേണ്ട മറ്റൊരു ചവിട്ടുപടിയാണ്. പിന്നെ പറഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിനും ഭക്ഷണം കൊടുത്തുകൊണ്ട് സക്സസിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ദത്തയിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസ് ആകും എന്നുള്ള രത്തൻ ദത്തയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ചിന്തിച്ചിട്ട് പരിവർത്തനം കൊണ്ടുവരേണ്ടതാണെന്ന് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഏതാനും കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബാബു സാർ. ഓക്കെ, താങ്ക് യു ബാബു സർ. പ്രീത മാം. മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് സാർ. സാറിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളിൽ. പക്ഷെ എനിക്ക് സാറേ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്റെ മൈൻഡിലേക്ക് കൂടുതലായിട്ട് പതിഞ്ഞിട്ടുള്ളത് ബിലീവ് ഇൻ യുവർ ഡിസിഷൻ എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ അടുത്താണ് തെറ്റ് എന്നുള്ളത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. ഡിസിഷൻ എടുക്കും, പക്ഷെ അത് നമുക്ക് പാതി വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോരുകയാണ്. അതിൽ വിശ്വാസം ഇല്ലായിരിക്കല്ല, പക്ഷെ നമുക്കത് എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരുന്ന സമയത്ത് നമ്മളത് അവസാനിപ്പിച്ച് പോരുകയാണ്. അതാണ് എന്റെ ഭാഗത്തുള്ളൊരു ഏറ്റവും വലിയൊരു തെറ്റ് എന്നുള്ളത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഓക്കെ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ആ ഒരു പോയിന്റ് മാത്രം എന്റെ മനസ്സിൽ എന്തോ എന്നറിയില്ല പെട്ടെന്ന് വന്നു. അതുകൊണ്ടാണ് സാറിനോട് ഞാനത് ഫീഡ്ബാക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യും. എല്ലാവരും ലീവ് ചെയ്തോളൂ.